നമസ്കാരം. 1 PM ന്യൂസിലേക്ക് വിശദമായി. അജിത് പവാറിന് വിട. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും NCP ദേശീയ അധ്യക്ഷനുമായ അജിത് പവാർ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു. ബാരാമതിയിലെ വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിനിടെ നിയന്ത്രണം വിട്ട വിമാനം തകർന്നു വീഴുകയായിരുന്നു. അജിത് പവാറിനൊപ്പം വിമാനത്തിലുണ്ടായിരുന്ന മറ്റ് 4 പേരും കൊല്ലപ്പെട്ടു. വ്യോമയാന മന്ത്രാലയം DGCAയോട് റിപ്പോർട്ട് തേടി. പ്രൈവറ്റ് ജെറ്റ് വിമാനത്തിൽ രാവിലെ 8 മണിക്കാണ് അജിത് പവാർ മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത്. 8:45-നും 9-നും വിമാനം നിയന്ത്രണം നഷ്ടപ്പെട്ട് ബാരാമതി വിമാനത്താവളത്തിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. ലാൻഡ് ചെയ്യാനുള്ള രണ്ടാമത്തെ ശ്രമവും പരാജയപ്പെട്ടതോടെയാണ് വിമാനം തകർന്നു വീണതെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ പറയുന്നു. അപകടത്തിന് പിന്നാലെ വിമാനത്തിന് തീപിടിച്ചുവെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞതെന്ന് അഗ്നിരക്ഷാസേനയും അറിയിച്ചു. ഉടൻ നടക്കാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യാനാണ് 66-കാരനായ അജിത് പവാർ മുംബൈയിൽ നിന്ന് സ്വന്തം നാടായ ബാരാമതിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിൽ അജിത് പവാറിന് പുറമെ PSOയും ഒരു അറ്റൻഡറും 2 ക്രൂ അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത്. അജിത് പവാർ ഉൾപ്പെടെയുള്ളവരെ സമീപത്തെ സർക്കാർ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര സർക്കാരും അപകടത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. BSR എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ലിയർജെറ്റ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇതേ ലിയർജെറ്റ് വിമാനം 2023 സെപ്റ്റംബറിൽ മുംബൈയിൽ തകർന്നു വീണിരുന്നതായും റിപ്പോർട്ടുണ്ട്. 24 മുംബൈ. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു അജിത് പവാർ. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും തോൽവി അറിയാത്ത നേതാവ്. പിതൃ സഹോദരൻ ശരത് പവാറിന്റെ തണലിൽ രാഷ്ട്രീയത്തിൽ ചുവടുവെച്ച അജിത് പവാർ സമീപകാലത്താണ് NCPയെ പിളർത്തി NDAയുടെ ഭാഗമായത്. 1959 ജൂലൈ 22-ന് മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ ജനിച്ച അജിത് പവാർ 4.5 പതിറ്റാണ്ടിലേറെയായി സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു. നിയമസഭയിൽ 8 തവണ MLA ആയും 1 തവണ ലോക്സഭാ അംഗവുമായും പ്രവർത്തിച്ചു. 5 തവണ ഉപമുഖ്യമന്ത്രിയായി. പിതാവിന്റെ സഹോദരൻ ശരത് പവാറിന്റെ തണലിൽ 1982-ൽ പൂനെ പഞ്ചസാര ഫാക്ടറി സഹകരണ ബോർഡ് അംഗമായാണ് പൊതുരംഗത്തെത്തിയത്. 1991-ലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബാരാമതിയിൽ നിന്ന് ജയിച്ചു. പിന്നീട് നടന്ന എല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ബാരാമതി അജിത് പവാറിനൊപ്പം നിന്നു. 2010-ലെ അശോക് ചവാൻ മന്ത്രിസഭയിൽ ഉപമുഖ്യമന്ത്രിയായി. പിന്നീട് പൃഥ്വിരാജ് ചവാൻ, ദേവേന്ദ്ര ഫഡ്നവിസ്, ഉദ്ധവ് താക്കറെ മന്ത്രിസഭകളിലും ഉപമുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചു. 2023-ൽ അപ്രതീക്ഷിത രാഷ്ട്രീയ അട്ടിമറിയിലൂടെ NCP പിളർത്തി 29 MLA-മാർക്കൊപ്പം NDAയ്ക്കൊപ്പം ചേർന്നു. ഏക്നാഥ് ഷിൻഡെയുടെ ശിവസേന സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. 2024-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 59 ഇടങ്ങളിൽ മത്സരിച്ച അജിത് പവാറിന്റെ പാർട്ടി 41 സീറ്റുകളിൽ വിജയിച്ചു. 2024-ലെ തെരഞ്ഞെടുപ്പിൽ ദേവേന്ദ്ര ഫഡ്നവിസ് സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായി. ശരത് പവാറിനൊപ്പം NCPയെ വളർത്തിയും പിന്നീട് പിളർത്തിയും അജിത് പവാർ വാർത്തകളിൽ നിറഞ്ഞു. ഈ അടുത്ത് നടന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ശരത് പവാറിന്റെ NCPക്കൊപ്പം പ്രാദേശിക സഖ്യം ചേർന്നെങ്കിലും പരാജയമായിരുന്നു ഫലം. ശരത് പവാറിനൊപ്പം അജിത് തിരികെ എത്തിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് വിമാന ദുരന്തത്തിൽ അപ്രതീക്ഷിത വിയോഗം. റിസർച്ച് ഡെസ്ക് 24. അജിത് പവാറിന്റെ വിയോഗത്തിൽ അനുശോചിച്ച് രാജ്യം. രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വിമാന ദുരന്തത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. ഇതിനിടെ വിമാനാപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. മഹാരാഷ്ട്ര സർക്കാർ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. മഹാരാഷ്ട്രയുടെ വികസനത്തിൽ നിർണായക സ്ഥാനം വഹിച്ച നേതാവെന്ന നിലയിൽ അജിത് പവാർ എക്കാലവും ഓർമ്മിക്കപ്പെടുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അജിത് പവാറിന്റെ വിയോഗം ഹൃദയഭേദകമെന്നായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ അനുശോചനം രേഖപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി സംസാരിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബാരാമതിയിലെത്തും. വിമാന അപകടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്തെത്തി. വിമാന ദുരന്തത്തിൽ കേരള നിയമസഭ അനുശോചിച്ചു. അജിത് പവാറിന്റെ വിയോഗം ഏറെ ഞെട്ടലുണ്ടാക്കിയെന്ന് നേതാക്കൾ. അതിദാരുണമായ ഒരു സംഭവമാണ് മഹാരാഷ്ട്രയിൽ ബാരാമതി ജില്ലയിലെ ഉണ്ടായത്. നമുക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. വ്യക്തിപരമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഒരു ദുരന്തമായിട്ടാണ് കാണുന്നത്. എൻ്റെ ഒരു സഹോദരൻ്റെ
നിര്യാണം പോലെയുള്ള വേദനയാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. വിമാനാപകടത്തിൽ മഹാരാഷ്ട്ര സർക്കാർ സമഗ്ര അന്വേഷണം പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക് 24. ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രമുഖർ നിരവധിയാണ്. രാഷ്ട്രീയ നേതാക്കളും സംയുക്ത സൈനിക മേധാവിയും ഉൾപ്പെടെ ആകാശയാത്രയിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളിലേക്ക്. ആയിരത്തി 1945 തായ്വാനിലുണ്ടായ വിമാനാപകടത്തിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിനെ കാണാതായതാണ് പ്രധാന സംഭവങ്ങളിലൊന്ന്. അപകടത്തിൽ നേതാജി മരിച്ചെന്നും ഇല്ലെന്നും വാദങ്ങളുണ്ട്. 1966 ഇന്ത്യൻ ആണവ പദ്ധതിയുടെ പിതാവ് ഹോമി ജെ ഭാഭ സ്വിറ്റ്സർലൻഡിലെ ആൽപ്സ് പർവ്വതനിരയിൽ എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് കൊല്ലപ്പെട്ടത്. വിമാനം പറത്തുന്നതിനിടെ അപകടത്തിൽപ്പെട്ട് കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ മകനുമായ സഞ്ജയ് ഗാന്ധി മരിച്ചത് രാജ്യത്തെ ഞെട്ടിച്ചു. 1980 ജൂൺ 23 ഡൽഹി സഫ്ദർജംഗിലെ ഫ്ലൈയിംഗ് ക്ലബിലെ ആ ദുരന്തം. പഞ്ചാബ് ഗവർണറായിരിക്കെ 1994 ഹിമാചൽ പ്രദേശിലുണ്ടായ വിമാനാപകടത്തിലാണ് സുരേന്ദ്രനാഥും 9 കുടുംബാംഗങ്ങളും കൊല്ലപ്പെട്ടത്. കോൺഗ്രസിന്റെ ദേശീയ മുഖങ്ങളിൽ ഒരാളായിരുന്ന മാധവറാവുവിന്റെ ജീവൻ കവർന്നത് കാൺപൂരിലെ വിമാനാപകടമാണ്. 2001 രാഷ്ട്രീയ റാലിയിൽ പങ്കെടുക്കാനുള്ള യാത്രാമധ്യയായിരുന്നു അപകടം. ലോക്സഭാ സ്പീക്കറായിരുന്ന GMC ബാലയോഗി ഹെലികോപ്റ്റർ അപകടത്തിലാണ് മരിച്ചത്. 2002 മാർച്ചിലായിരുന്നു ആന്ധ്രയിലെ കൈകല്ലൂരിലുണ്ടായ അപകടം. നടിയും BJP നേതാവുമായ സൗന്ദര്യ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ചെറുവിമാനം തകർന്നാണ് മരിച്ചത്. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായിരിക്കെയാണ് YS രാജശേഖര റെഡ്ഡിയുടെ ജീവനെടുത്ത ഹെലികോപ്റ്റർ ദുരന്തം. നല്ലമല വനമേഖലയിലൂടെ കടന്നുപോകുമ്പോൾ മോശം കാലാവസ്ഥയെ തുടർന്നായിരുന്നു അപകടം. 2011 ഏപ്രിൽ 30 അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ദോർജി ഖണ്ഡുവും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണത്. ആകാശ ദുരന്തത്തിലായിരുന്നു രാജ്യത്തിന്റെ സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് കൊല്ലപ്പെട്ടത്. തമിഴ്നാട്ടിലെ കൂനൂരിലായിരുന്നു ഹെലികോപ്റ്റർ അപകടം. ഇക്കഴിഞ്ഞ വർഷം രാജ്യത്തെ ഞെട്ടിച്ച വിമാനാപകടത്തിൽ മരിച്ച 260 പേരിൽ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിനും ആകാശ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായി. റിസർച്ച് ഡെസ്ക് 24. തിരുവനന്തപുരം വിളപ്പിൽശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സാ നിഷേധമെന്ന പരാതിയിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞു. എല്ലാവരും സിസ്റ്റത്തിന്റെ ഇരകളാണെന്നും ആരോഗ്യവകുപ്പിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്നും PC വിഷ്ണുനാഥ് കുറ്റപ്പെടുത്തി. 2 പിഞ്ചു മക്കളുടെ അച്ഛനാണ്. ഒന്ന് തുറക്കൂ, ദയവായി രക്ഷിക്കൂ. കൂട്ടുകാരാ, ഞാൻ എലിവിലിൽപ്പെട്ട അവസ്ഥയിലാണ്. എനിക്ക് മരണം സംഭവിച്ചാൽ നീ എൻ്റെ ഈ ശബ്ദം പുറത്തുവിടണം. 3 അമ്മേ, എൻ്റെ ഒരു കൈ എവിടെ പോയി? ഇവിടെ വരുമ്പോൾ എനിക്ക് 2 കൈ ഉണ്ടായിരുന്നല്ലോ. അമ്മേ, എൻ്റെ കൈ എവിടെ പോയി? മറുപടി പറയാൻ കഴിയാതെ ഒരമ്മ ഹൃദയം പൊട്ടി കരയുന്നുണ്ടായിരുന്നു. സാർ, ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഇരകളായ 3 പേർ പറഞ്ഞ വാക്കുകളാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെതെന്ന് ഭരണപക്ഷം. ചികിത്സ കിട്ടാതെ രോഗികൾ മരിച്ചത് UDF കാലത്തെന്നാണ് ഭരണപക്ഷത്തിന്റെ മറുപടി. കേരളത്തിലെ ആരോഗ്യരംഗത്തെ പുരോഗതിയെയും നേട്ടങ്ങളെയും മറച്ചുവെക്കാൻ വേണ്ടി ബോധപൂർവമായി നടത്തുന്ന നിരന്തരമായ പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ വാദങ്ങളെയും നമുക്ക് കാണാനാകുന്നത്. കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും ഒന്നും തന്നെ നാളിതുവരെ ചികിത്സക്കിടയിൽ രോഗികൾ ആരും മരിച്ചിട്ടില്ല. പ്രൈവറ്റ് ആശുപത്രികളിൽ മരിച്ചിട്ടില്ല. ഇതൊക്കെ ആവേശപൂർവ്വം പറയുമ്പോൾ UDF ഭരിച്ചൊരു കാലം കൂടി കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുപോകരുത്. അന്ന് ആരോഗ്യ രംഗത്തെ നില എന്തായിരുന്നു എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഉമേഷ്, ചർച്ച സഭയിൽ പുരോഗമിക്കുകയാണല്ലോ, വിവരങ്ങൾ ഉമേഷ്.
ഉന്മേഷ ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നിലവിൽ 13 പേർ, അതായത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ 13 പേർ സംസാരിക്കാനുണ്ട്. അതിൽ ഇപ്പോൾ ഇനി ബാക്കിയുള്ളത് 4 പേരാണ്. അതിനുശേഷം മന്ത്രിമാരുടെ മറുപടിയാണ്. 20 മിനിറ്റാണ് മന്ത്രിമാരുടെ മറുപടി. കൂടുതലും ആരോഗ്യമന്ത്രി തന്നെയായിരിക്കും മറുപടി പറയാൻ സാധ്യത. പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥ് ആരോഗ്യവകുപ്പിന്റെ വിവിധ വീഴ്ചകൾ അത് എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു ഈ വിഷയം അവതരിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി നടന്ന ചികിത്സാ പിഴവിന്റെ ഇരകൾ അവരെയെല്ലാം സിസ്റ്റം കൊന്നതാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമായിരുന്നു PC വിഷ്ണുനാഥ് നടത്തിയത്. അതിനുശേഷം മാത്യു കുഴൽനാടൻ സംസാരിച്ചപ്പോഴും രൂക്ഷ വിമർശനം ആരോഗ്യവകുപ്പിനെതിരെയും സർക്കാരിനെതിരെയും എത്തി. ഇപ്പോൾ നടക്കുന്ന അഹങ്കാരവും ആക്ഷേപവുമാണ്. തിരുത്താൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ തിരുത്തുക. ആരോഗ്യ മേഖലയിലെ പിഴവുകൾ തിരുത്താൻ വേണ്ടി മാത്രമാണ് ഇത്തരമൊരു അടിയന്തര പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. അത് ഉൾക്കൊണ്ട് തിരുത്താൻ കഴിയുമെങ്കിൽ തിരുത്തുക എന്നുള്ള വിമർശനമാണ് മാത്യു കുഴൽനാടൻ നടത്തിയത്. എന്നാൽ ഭരണപക്ഷത്ത് നിന്ന് ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ പ്രതിരോധം. ഓരോ വിഭാഗത്തിലെയും ഈ നേടിയ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും പുരസ്കാരങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടും ഭരണപക്ഷം പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നുണ്ട്. ഈ നേട്ടങ്ങൾ മറച്ചുവെക്കാനും അതിന്റെ ശോഭ കെടുത്താനും വേണ്ടിയുള്ള ശ്രമമാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ നടത്തുന്നത് എന്നുള്ള ആരോപണവും ഭരണപക്ഷം നടത്തുന്നുണ്ട്. എന്തായാലും മന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രസംഗം ഇതിൽ ഏറ്റവും നിർണായകമാണ്. പ്രതിപക്ഷ നേതാവിന് 5 മിനിറ്റാണ് ഇതിൽ സംസാരിക്കാൻ അവസരമുള്ളത്. അതിനുശേഷം മന്ത്രി മറുപടി നൽകും. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാം LDF സർക്കാരിന്റെ അവസാന ബജറ്റ് നാളെ. എല്ലാ മേഖലകളിലും കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ജനപ്രിയ ബജറ്റായിരിക്കും അവതരിപ്പിക്കുകയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ വളർച്ചയിലെന്ന് സൂചിപ്പിക്കുന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തു വെച്ചു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ജനപ്രിയ ബജറ്റായിരിക്കുമെന്ന ഉറപ്പാണ് ധനമന്ത്രി KN ബാലഗോപാലിന്റേത്. എല്ലാ മേഖലയിലും കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ബജറ്റായിരിക്കും. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ബജറ്റിൽ പ്രഖ്യാപിക്കണമെന്നില്ലെന്നും ധനമന്ത്രി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾ അനൗൺസ് ചെയ്യുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമല്ലോ ബഡ്ജറ്റ്. കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഏറ്റവും നന്നായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് പറ്റുന്ന തരത്തിൽ കേരളത്തിന് വലിയ വികസനവും മാറ്റവും ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള നിർദ്ദേശങ്ങളായിരിക്കും തീർച്ചയായിട്ടും ബഡ്ജറ്റ് വരുന്നത്. എന്തായാലും ഈ ജീവനക്കാരുടെ ശമ്പളത്തിൻ്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പറഞ്ഞതിനകത്ത് എല്ലാം ഉണ്ട്. അതേസമയം സഭയിൽ വെച്ച സാമ്പത്തിക അവലോകന റിപ്പോർട്ട് പ്രതീക്ഷ നൽകുന്നതാണ്. സംസ്ഥാനത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപ്പാദനം 9.3% നിന്ന് 9.97% ഉയർന്നു. മൊത്തം വരുമാനം 1,24,861 കോടിയായി കൂടി. മുൻവർഷത്തെ അപേക്ഷിച്ച് 0.3% വളർച്ച. സംസ്ഥാനത്തിന്റെ തനത് വരുമാനത്തിൽ 2.7% വർധനവുണ്ട്. കാർഷിക മത്സ്യമേഖലകളിലും വളർച്ചയുണ്ടായി. കാർഷിക മേഖലയിലെ വളർച്ച 1.25% നിന്നും 2.14% ഉയർന്നു. മത്സ്യമേഖല നെഗറ്റീവ് വളർച്ചയിൽ നിന്ന് 10.55% വളർച്ച നേടി. എന്നാൽ കേന്ദ്രവിഹിതം മുൻവർഷത്തേക്കാൾ 6.15% കുറഞ്ഞെന്നും സാമ്പത്തിക അവലോകന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 24 തിരുവനന്തപുരം. SNDP യോഗവുമായുള്ള NSSന്റെ ഐക്യനീക്കം തകർന്നതിൽ വെളിപ്പെടുത്തലുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. BJP സർക്കാരിൽ നിന്ന് വെള്ളാപ്പള്ളി നടേശൻ പത്മ പുരസ്കാരം വാങ്ങിയത് സംശയകരമാണ്. ഐക്യനീക്കത്തിന് പിന്നാലെ പത്മ പുരസ്കാര പ്രഖ്യാപനം വന്നത് ശുദ്ധമല്ലെന്നും G. സുകുമാരൻ നായർ മാതൃഭൂമി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. അതേസമയം തനിക്ക് പത്മഭൂഷൺ കിട്ടിയത് സംഘടനയെ മുന്നോട്ട് നയിച്ചതിലെ മികവ് കൊണ്ടാണെന്നും ഐക്യത്തിൽ രാഷ്ട്രീയമില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഐക്യമില്ലാതായതിൽ വിഷമമോ പ്രതിഷേധമോ ഇല്ലെന്നും NSS സഹോദര സമുദായമെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഒന്ന് ആലോചിക്കണം, സുകുമാരൻ നായർ അദ്ദേഹം ഒരു നിഷ്കളങ്കനും നിസ്വാർത്ഥനും മാന്യനുമാണ്. നായാടി തൊട്ട് നസ്രാണി വരെയാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ക്രിസ്ത്യാനി വരെയാണ്. ഇവിടെ ഐക്യത്തിന് വേണ്ടി ആരെയും ഉപദ്രവിക്കാനില്ല, ആരുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാനില്ല, ഇലക്ഷൻ വോട്ട് പിടിക്കാനുമല്ല, ഇലക്ഷൻ ഷണ്ടുമല്ല. ഇത് നേരത്തെ പ്രഖ്യാപിച്ച നയങ്ങൾ, ആ നയങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ പങ്കുചേരാവുന്നവർക്ക് പങ്കുചേരാം. അതിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല, രാഷ്ട്രീയമില്ല. ഈ ആശയമായി ചേരാവുന്ന ആർക്കും പലപ്പോഴും ഈ ആശയമായി ചേരാൻ പലപ്പോഴും നമുക്ക് വിമുഖതയുള്ളത് മുസ്ലിം ലീഗിനോടാണ്. മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ജാമ്യം. പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അറസ്റ്റിലായി 18 ദിവസത്തിന് ശേഷമാണ് രാഹുലിന് ജാമ്യം കിട്ടുന്നത്. ജാമ്യ ഉത്തരവ് മാവേലിക്കര സബ് ജയിലിൽ എത്തുന്നതോടെ പുറത്തിറങ്ങാം. അന്വേഷണവുമായി സഹകരിക്കണമെന്നും തെളിവ് നശിപ്പിക്കാനോ അതിജീവിതയെ ഭീഷണിപ്പെടുത്താനോ ശ്രമിക്കരുതെന്നും വ്യവസ്ഥകൾ നൽകിയിട്ടുണ്ട്.
കണ്ണൂർ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിൽ CPIM കീഴ്ഘടകങ്ങളിൽ വിമർശനം. ജില്ലാ നേതാക്കൾ പങ്കെടുത്ത യോഗങ്ങളിലാണ് വിമർശനമുയർന്നത്. അതേസമയം വി കുഞ്ഞികൃഷ്ണനെതിരെ പ്രകോപനം പാടില്ലെന്ന് അണികളോട് CPIM നേതൃത്വം നിർദ്ദേശിച്ചു. കുഞ്ഞികൃഷ്ണൻ ശത്രുക്കളുടെ കോടാലിക്കൈയായി പാർട്ടിയെ വഞ്ചിച്ചു പുറത്തേക്ക് പോയെന്ന് CPIM വിശദീകരിക്കുമ്പോഴും പയ്യന്നൂരിലെ അണികളിൽ പലർക്കും അതൃപ്തിയുണ്ട്. ആരോപണങ്ങളിൽ പാർട്ടി കൃത്യമായി മറുപടി പറഞ്ഞില്ലെന്നാണ് ആക്ഷേപം. ബ്രാഞ്ച് കമ്മിറ്റി ജനറൽ ബോഡികളിൽ വിഷയം വന്നപ്പോഴും ചർച്ചയ്ക്ക് അവസരം നൽകിയില്ല. എന്നാൽ പിന്നീട് ബ്രാഞ്ച് യോഗങ്ങളിൽ അഭിപ്രായം ഉന്നയിക്കാമെന്നാണ് നടപടി വിശദീകരണ യോഗത്തിൽ നേതാക്കൾ പറഞ്ഞത്. അതേസമയം ചോദ്യങ്ങൾക്ക് മുന്നിൽ കണ്ണടച്ച് വിവാദം തണുപ്പിക്കാനാണ് പാർട്ടിയുടെ ശ്രമം. ഇതിന്റെ ഭാഗമാണ് കുഞ്ഞികൃഷ്ണനെതിരെ ഇനി പ്രതിഷേധമോ പോസ്റ്ററുകളോ വേണ്ടെന്ന താക്കീത്. ലോക്കൽ കമ്മിറ്റി, ബ്രാഞ്ച് സെക്രട്ടറിമാർ മുതലുള്ളവരെ പങ്കെടുപ്പിച്ചു ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. അനാവശ്യമായി കുഞ്ഞികൃഷ്ണന് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് ഒഴിവാക്കാനാണ് നീക്കം. വി കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവരെ മുതിർന്ന നേതാക്കൾ അനുനയിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. TI മധുസൂദനൻ MLA യുടെ രാജി ആവശ്യപ്പെട്ട് BJP പയ്യന്നൂരിൽ പ്രതിഷേധ മാർച്ച് നടത്തി. 24 കണ്ണൂർ. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം എൻ്റെ അഭിപ്രായം ത്തോടുകൂടി യുനാനിമസായിട്ട് ഈ ഐക്യം നമുക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഇടപെടൽ ഉണ്ടെന്നാണല്ലോ അദ്ദേഹം സംശയിക്കുന്നത്. ആരോവാണ്. അതുകൊണ്ടാണ് സുകുമാരൻ നായർ ഇങ്ങനെ എങ്ങനെ വരത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം വേറെ ഇടപെടലില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമാണ്. പിന്നെ അതിനെപ്പറ്റി കൂടുതൽ തർക്കം വരുന്നില്ല. അങ്ങനല്ല. ഒരു സഹോദര സംഘടന എന്നുള്ള നിലയിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർ അങ്ങേയറ്റം തരം താണ രീതിയിലും മറ്റും മോശമായ രീതിയിൽ സംസാരിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ഞാൻ കേട്ടു പറഞ്ഞു. അത് ശരിയല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ഇത്രയും പ്രായമുള്ള ഒരാൾ, ഒരു വലിയ മഹാസംഘടനയുടെ തലപ്പത്തുള്ള ആൾ, അദ്ദേഹത്തെ അങ്ങനെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് ഭൂഷണമല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം അത് പേപ്പറിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, ഞാൻ അത് അനുകൂലിച്ച് സംസാരിച്ചു. അപ്പോൾ ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടത്. ഐക്യം വേണം എന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടു. ആകാമെന്ന് പറഞ്ഞു. ഇത് വാക്കാലുള്ള കാര്യങ്ങളല്ലാതെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 21-ാം തീയതി ഞങ്ങൾ ഇവരുടെ നേതൃയോഗം കൂടുന്നുണ്ട്. ആ യോഗത്തിൽ വെച്ച് ഞങ്ങളൊരു തീരുമാനമെടുക്കാം, എന്നിട്ട് വന്നിട്ട് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഐക്യത്തിൻ്റെതായ ചർച്ച നടക്കാൻ പോകുന്നേയുള്ളൂ. അന്നേരമാണ് തുഷാർ വെള്ളാപ്പള്ളി അവിടെ വരും എന്ന് കണ്ട് സംസാരിക്കാൻ വരും എന്ന് പറഞ്ഞു. ഞാൻ ആട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തന്നെ തോന്നിയ കാര്യങ്ങൾ. തുഷാർ വെള്ളാപ്പള്ളി എന്നെ വിളിച്ചു. ഞാനവിടെ 2-3 ദിവസത്തേക്കകം വരാം എന്ന് പറഞ്ഞു. ഒന്നാമത് അത്രയും 3 ദിവസം മറ്റും ഇടേണ്ട കാര്യമില്ലായിരുന്നു അതിനകത്ത്. 2-3 ദിവസത്തേക്കകം വരാം എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു. ഞാൻ അന്നേരം ഒന്നും വേണ്ടിയില്ല. കുറച്ച് കഴിഞ്ഞ് ഞാൻ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ വിളിച്ച് പറഞ്ഞു, ഇങ്ങനെയുള്ള ഒരു ചർച്ചയിൽ താങ്കൾക്ക് എങ്ങനെ ഇടപെടാൻ കഴിയും, പങ്കെടുക്കാൻ കഴിയും? താങ്കൾ ഒരു പാർട്ടിയുടെ നേതാവല്ല, അതും കേരളത്തിലെ ഇന്ത്യയുടെ പ്രധാന ആളല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പെട്ട ആൾ SNDP NSS ഐക്യവുമായിട്ട് ഐക്യം SNDP NSSമായിട്ടുള്ള ഐക്യത്തെ പറ്റി സംസാരിക്കുന്നതിന് എങ്ങനെ ഒക്കും? അതുകൊണ്ട് നിങ്ങൾ വരണ്ട എന്ന് ഞാൻ പറഞ്ഞു.
അത് പൊളിറ്റിക്സ് ആകുമെന്ന് പറഞ്ഞു. ഒരു ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് അദ്ദേഹത്തിന് അർഹതയില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത്. അപ്പം ഇവരൊക്കെ ഈ 2-3 ദിവസം 3-4 ദിവസം ഇത് കഴിഞ്ഞ് തള്ളിയിട്ടേ പിന്നെ ഇങ്ങോട്ട് ചർച്ച പോലും ചെയ്യാൻ വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ. അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഇതിലെന്തോ ഇടപെടലുകളാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ ഈ ഐക്യ ശ്രമത്തിൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, അതുകൊണ്ട് ആ കെണിയിൽ പെടണ്ട എന്ന് എനിക്ക് തോന്നി. ഞാനിപ്പോൾ ഇതൊന്നും NSSൻ്റെ ഡയറക്ടർ ബോർഡിനെ ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷെ ഞാൻ NSSൻ്റെ ഡയറക്ടർ ബോർഡ് വിളിച്ചു. ഞാൻ നേരത്തെ പറയുന്നു, ഐക്യം പൂർണ്ണമാകണമെങ്കിൽ ഡയറക്ടർ ബോർഡ് വിളിച്ചുകൂട്ടി ഡയറക്ടർ ബോർഡിൻ്റെ തീരുമാനപ്രകാരമേ ആവൂ എന്നും ഞാൻ അന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ ഡയറക്ടർ ബോർഡ് ഉടനെ വിളിച്ചുകൂട്ടി ഞാൻ ഈ എൻ്റെ അനുഭവവും എൻ്റെ തീരുമാനവും ഒരു പ്രമേയ രൂപത്തിൽ അവതരിപ്പിച്ച് ഞാൻ ഇതിൽ ബോർഡിൽ വെച്ച് ഞാനിതെല്ലാം കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ബോർഡാണ്, ഞാൻ ഉൾപ്പെടുന്ന ബോർഡാണ് അതിനെ അംഗീകരിച്ചെടുത്തത്. ആരും എതിർത്തിരുന്നില്ല. ഇവിടെ വന്ന ആ ഒരു ബോർഡ് മെമ്പർമാരും എതിർത്തുന്നില്ല. നമുക്ക് ആവശ്യമില്ല. അത് അവിടെ കൊണ്ട് അവസാനിച്ചത് നന്നായി. കാരണം നമുക്ക് എല്ലാ സമുദായവുമായി സൗഹാർദ്ദമായി പോകണം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരകലത്തിൽ പോകണം. ആരോടും ഒരു വിധത്തിലുമുള്ള അകൽച്ച പാടില്ല. ഇതൊക്കെയാണ് നമ്മുടെ NSSൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ഏതായാലും അതിന് വിഘാതമായ ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് NSS ഡയറക്ടർ ബോർഡിനും കൂടെ ബോധ്യമായതിൻ്റെ ഫലമായിട്ട് എല്ലാവരും കൂടി ഏകമനസ്സോടുകൂടി ഒരാൾ പോലും എതിർക്കാതെ പാസ്സാക്കിയ പ്രമേയം ഞാൻ എൻ്റെ പേര് വെച്ച് പരസ്യം ചെയ്തതാണ്. അല്ലല്ല, അത് അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതായത് മകൻ BJP-ക്കാരൻ, അദ്ദേഹം ചർച്ചയ്ക്ക് വേണ്ടി വരുന്നു. 2-3 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞ് 3-4 ദിവസം പോയി കഴിഞ്ഞപ്പോൾ ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇന്ന് വരെ ആ വരുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങൾ ഈ തീരുമാനം എടുക്കുന്നിടം വരെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ചർച്ച നടന്നിട്ടില്ല. ഐക്യം പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞാനിത് എൻ്റെ സംഘടനാ നേതൃത്വത്തെ അറിയിച്ചു. വന്നില്ലല്ലോ. ഇല്ല, അതിനുശേഷം വന്നിട്ടില്ല. അല്ല, അദ്ദേഹം ഈ കാര്യത്തിന് അവർ അച്ഛനോ മകനോ വന്നിട്ടില്ല. മകനെ വിടാമെന്നൊടുവിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട. കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അല്ലല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പത്മഭൂഷൺ കൊടുത്തതിലൊന്നും ഞങ്ങൾക്ക് ആർക്കും അതൃപ്തിയൊന്നുമില്ല. അദ്ദേഹത്തിന് അർഹതപ്പെട്ടാണെങ്കിൽ അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെ. അതിനകത്ത് ആക്ഷേപമൊന്നും ഞങ്ങൾക്കില്ല അതിനെ സംബന്ധിച്ച്. ഇതുമായിട്ട് രാഷ്ട്രീയമായി എന്തോ കണക്ഷൻ ഉണ്ട് എന്നുള്ള ഒരു എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പം രാഷ്ട്രീയമായ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ അല്ല. ഞാനിപ്പോൾ അത് ചോദിക്കുമ്പോൾ ഞാൻ വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാ? മകന് BJP ആണെന്ന് അറിയാം. വെള്ളാപ്പള്ളി ഏത് പാർട്ടിയാ? പറയാനൊക്കുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനൊക്കുമോ?
സർക്കാരിനെ പുകഴ്ത്തി നിൽക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അതിനിടയ്ക്കാണ് പത്മഭൂഷണം വന്നത്. അപ്പം അവിടെ ഇവിടെ എല്ലാം കൈയുണ്ടെന്നുള്ളതാണോ സംശയം? ഇത് അങ്ങനെ ഒന്നും ഞാൻ പറയാം, അവിടെ എവിടെയും കൈയൊന്നും ഞാൻ പറയുന്നില്ല. ഇതിനകത്ത് അദ്ദേഹം ഈ NSSന്റെ തീരുമാനത്തെ സംശയിക്കുന്നത് പോലെ ഞാൻ കൂടുതലായി സംശയിക്കുന്നു ഇവരുടെ ഈ ഐക്യത്തിൻ്റെ പിന്നിൽ ഇടപെടലുണ്ട്, ആരെയോ ഇടപെടലുണ്ട്. ആർക്കാ? ഉണ്ട്. അല്ല, രാഷ്ട്രീയക്കാരനെ ഇങ്ങോട്ട് വിട്ടതില്ല. മകനെ അദ്ദേഹത്തിനൊരു ലക്ഷ്യം കാണുമല്ലോ, ആ ലക്ഷ്യമുള്ള ഒരാളിനെയാണ് ഈ ചർച്ചയ്ക്ക് വിടുന്നത്, ഇങ്ങോട്ട് വിടുന്നത്. അതെങ്ങനെ ഒക്കും? അപ്പം ഞങ്ങൾ BJPയുമായിട്ട് ബന്ധമാണ്, അങ്ങനെയാണ്, ബാന്ധവമാണ്. ഞങ്ങൾക്ക് ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം ഉണ്ടെന്ന് വരുത്താനും, ഏതെങ്കിലും സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നോ ഏതെങ്കിലും മതത്തിന് ഞങ്ങൾ എതിരാണെന്നോ വരുത്താൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇപ്പോഴും എല്ലാ സമുദായങ്ങളോടൊപ്പം SNDPയോടും സൗഹാർദ്ദപരമായിട്ട് പോകാനാണ് താല്പര്യം. ഞാനതല്ലേ പറഞ്ഞത്. അതായത് BJP എന്നോ ഏതെങ്കിലും പാർട്ടി എന്നോ പറഞ്ഞില്ല, രാഷ്ട്രീയ ഇടപെടൽ അതിൻ്റെ പിന്നിലുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. ഇപ്പോഴും ഞാൻ സംശയിക്കുന്നു. ആര്? സമദൂര നിലപാട് രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ് പത്മഭൂഷൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ NSSനെ ജനറൽ സെക്രട്ടറിയൊക്കെ പരിഗണിക്കാതെ അയ്യോ, NSS ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ കേട്ടോ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. ഗവൺമെൻറ്റിന് ഒന്നും വിഷമിക്കാതെ തന്നെ അവർ അത് നടത്തിയെടുത്തേനെ. പക്ഷെ ഞങ്ങളതിനൊന്നും വീഴുന്ന ആളുകളല്ല എന്നുള്ളത് കൊണ്ടാണ്. അല്ല, ഐക്യ ചർച്ചകൾ വൈകുന്നു, ഇതുപോലുള്ള കോംപ്ലിക്കേഷൻസ് വരുന്നു, ഇതൊക്കെ കൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. അത് അന്നേരം അത് പറയാം, ഞാനിപ്പോ പറയുന്നെങ്കിൽ കാരണമായിട്ട് അല്ലെങ്കിൽ ആ സമയത്തിന്റെ ഒരു പ്രധാന സംഭവം പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള ഒരു വരവായിരുന്നു. പ്രധാനമന്ത്രി വന്ന് പോകുന്നതിന്റെ ഒരു ഗ്യാപ്പാണ് ഉണ്ടായെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ അതൊരു രാഷ്ട്രീയമായിട്ട് തോന്നുന്നു. എനിക്കതൊന്നും അറിയാൻ പറ്റില്ല, ഞാൻ അതൊന്നും പറയാൻ ശക്തനല്ല. ഇതിപ്പോ ഇന്ന് വെള്ളാപ്പള്ളി പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോ വീണ്ടും ഇല്ലില്ല, അത് അടഞ്ഞ അധ്യായം. അത് സൗഹാർദ്ദത്തിന് പോകാമെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഐക്യം എന്തിനാ? രണ്ട് ധ്രുവത്തിൽ നിൽക്കുന്ന ആളുകൾ തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? അത് അവരുടെ പ്രവൃത്തിയിൽ കൂടെ കാണിക്കുന്നു. എന്നു വെച്ചാൽ നമ്മുടെ ഐക്യ ചർച്ചയിൽ തന്നെ BJPക്കാരനായ മകനെ അവിടുന്ന് ചർച്ച നടന്നിട്ടുമില്ല. അത് ഉണ്ട്, ഞങ്ങൾക്കത് നല്ലവണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് രാഷ്ട്രീയം സമുദായങ്ങൾ തമ്മിലുള്ള ഇത് ഇപ്പൊ തന്നെ ഞാൻ ചോദിച്ചത് ഒരു വിഭാഗത്തിനെ മിണ്ടാതെ സൈലൻ്റായി നിന്നുകൊണ്ട് ബാക്കിയുള്ളവരുടെ ഐക്യമല്ലേ ഈ പറയുന്നു. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ചത് അങ്ങനല്ല. SNDP NSS ഐക്യം ആണ് ഉദ്ദേശിച്ചത്, അല്ല മറ്റേ ഐക്യം ഒന്നും ഇപ്പം ഞങ്ങൾ ഉദ്ദേശിച്ചില്ല. വേണ്ടെന്നുള്ളതല്ല, ഇപ്പം ഞങ്ങളത് ഉദ്ദേശിച്ചില്ല. അല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. അത് പൊതുവെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. മകൻ BJPക്കൊപ്പം നിൽക്കുന്നു, അച്ഛൻ CPM-നൊപ്പം LDF-നൊപ്പം നിൽക്കുന്നു. അതുകൊണ്ടും ഒരു പ്രശ്നമുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? വെള്ളാപ്പള്ളിക്ക് രാഷ്ട്രീയമില്ലാത്ത അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് നിന്നോട്ടെ. പക്ഷെ ഇത് ഞങ്ങൾ ഇവിടെ കാണും കഴിഞ്ഞോട്ടെ. ഈ വിമർശനം ആദ്യമേ
അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്, സത്യത്തിൽ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. എന്താണെന്ന് വെച്ചാൽ പലരും അദ്ദേഹത്തിന് പ്രായം കൂടുതലുമുണ്ട്, പലരെയും പല വൃത്തികേടും പറയുന്നുണ്ട്. എന്നെയാണ് എന്തെല്ലാം പറഞ്ഞത്. സത്യത്തിൽ എന്നെ, എൻ്റെ വീട്ടിലുള്ളവരെ ഒക്കെ പറയരുതാത്ത രീതിയിൽ അദ്ദേഹം ഇത് ചെയ്തിട്ടുള്ള, പക്ഷെ ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ വിജയം. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ ഇങ്ങനെ ഇട്ട് കോഞ്ഞാട്ടാടുന്ന നാടൻ ഭാഷ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പിന്നെ ഈ പറഞ്ഞ രീതിയിൽ തെറ്റാണ് എന്നൊന്ന് പറയേണ്ട ബാധ്യത ഒരു സഹോദര സംഘടനയുടെ നേതാവെന്നുള്ള നിലയിൽ എനിക്ക് വന്നു ചേർന്നു. ഞാനത് പറഞ്ഞു കഴിയുമ്പോൾ ഐക്യത്തിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് വിധമങ്ങ് മാറി. അപ്പം നമ്മുടെ അനി പറഞ്ഞതുപോലെ നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങൾ തെറ്റുന്നതക്ക രീതിയിലേക്കാണ് പിന്നെ കാര്യങ്ങൾ പോകുന്നത്. അതൊക്കെ അദ്ദേഹം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടില്ല. നായർ സഹോദരങ്ങളൊന്നും സുകുമാരൻ നായരെ വെറുക്കരുതെന്ന്. അതാണ് ഈ തന്ത്രപരമെന്ന് ഞാൻ പറഞ്ഞത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നായർ സഹോദരന്മാരൊക്കെ NSSനോട് കൂടി നിൽക്കുന്നവരെ NSSനോട് കൂടി തന്നെയാണ്. ഈ ലോകത്തുള്ള നായന്മാർ മുഴുവൻ NSSകാരാണെന്നൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. NSS ഒരു സോഷ്യൽ ഓർഗനൈസേഷനാണ്. അതിനകത്തുള്ള അംഗങ്ങൾ അവരെന്നെ ഒന്നും മറുക്കത്തൊന്നുമില്ല. ഏതാ എന്റെ രാഷ്ട്രീയം? ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. പലരും പലതും കൂട്ടി എഴുതുന്നുണ്ട്. തലേ ദിവസം മറ്റോ ഇവിടെ ശ്രീരമ്പിള വന്നിച്ചു. ശ്രീരമ്പിള 2 ബുക്ക് തരാമെന്ന് അദ്ദേഹം എഴുതിയ ബുക്ക് തന്നു. അദ്ദേഹം സ്ഥാനത്തുനിന്നും പോയി അദ്ദേഹം ഇനി സ്വസ്ഥമായിട്ട് വക്കീലായിട്ട് അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാന്ന് പറയാനും കൂടെ വന്നത്. അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ അവിടെ ബോർഡിലുള്ള മുഴുവൻ പേരും ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് ഇത് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. ആരെ? ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറഞ്ഞു. ഭൂരിപക്ഷം ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടുകയില്ല സാറേ, അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുമായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാകൂ എന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്നത്തെ ഉണ്ട് അദ്ദേഹം ചില ഭീഷണികളുണ്ട്. ചില അതെ, അപ്പം നമുക്കിപ്പോ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല. എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്.
മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ? ഊതി 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 വന്നപ്പോൾ ഇല തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായിന്ന് എൻ്റെ അഭിപ്രായം. കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിന്. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതി പ്രവർത്തിച്ചോട്ടെ, ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ, ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചു. ഈ വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോടെ ഈ പിരിഞ്ഞ സമയത്ത് പറഞ്ഞത് ഈ ഒരു അവരുടെ ആഭ്യന്തര കാര്യമാണ്, പക്ഷേ തങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ ഇടപെടാൻ വരരുത് എന്നാണ് നിലപാട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീണ്ടും ആവർത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടി. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാ പിന്നിപ്പോൾ പറയുന്നത്. എന്തിനാ കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ പറ്റുന്നത്. വി ഡി സതീശൻ എവിടാ പോയി അടുത്ത ദിവസം പോയത്? സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പൊ തെളിയിക്കുന്നത് ഇത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിന് കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നേ അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പൊ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. അയാളുടെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലല്ലോ. രഹസ്യമായി വന്ന് പറഞ്ഞത് വേറെ വേറെടുത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല. ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് തരികയോ ഞങ്ങളെ കാണുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇല്ല, ആ ദൂതൻ വന്നായിരുന്നു. അയച്ചതാണോ അയാള് എന്നാണ് അങ്ങനെ സെക്രട്ടറിയാ വന്നേ. എന്തോ അന്ന് തീരുമാനം ഇനിയും തിരുത്തില്ല എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് വരമ്പി ചാടിക്കഴിഞ്ഞു. അതെ അതെ. പിന്നെ അതെ അതെ ഇല്ല, ശ്രമിച്ചില്ല. അങ്ങനെയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വരേണ്ട ഒരാള്, അതിനെ പരിചയമുള്ള ആളാണ്. അയാൾ വന്നേച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു ഡിമാൻഡും ഇല്ല. ആ കറക്റ്റ് ആ സമയത്താണ്. അല്ല, അത് വന്ന് നോക്കിയേച്ച് പോയി, അത് സംശയമൊന്നുമില്ല. അത് അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരുടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSSനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇതിന്റെ ഭാഗമായി കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണോ നടന്നത്? NSSനെ കെട്ടാനല്ല,
എന്നാൽ NSSനെ കെട്ടാനാണോ എന്ന് അറിയാൻ ഇത് പിന്നീടല്ലേ അറിയാനൊക്കത്തുള്ളൂ. പക്ഷേ NSS എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു നായരും NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകത്തില്ല. പക്ഷേ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നേ വെള്ളാപ്പള്ളി പറയുന്ന ഈ വർഗീയതയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സതീശൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ വർഗീയത പറയാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആര് വർഗീയത പറഞ്ഞു? വെള്ളാപ്പള്ളി. അല്ലെങ്കിൽ ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പെരുമാറാൻ കാര്യം വന്നു. അതിനകത്ത് ഞങ്ങളും പെടത്തില്ലേ. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണേ, അവിടെ നിന്ന് അവിടെ നായന്മാരുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ തോനെയുണ്ട്. അപ്പം അവരുടെ ഒരു സഹായം എനിക്ക് തേടിത്തരണം എന്ന് പറഞ്ഞല്ലേ വന്നത്. അപ്പം ഞങ്ങളുടെ ഇതനുസരിച്ച് അവിടെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ആ താലൂക്കിലെ ഒരു പ്രസിഡന്റ് കാണും, കമ്മിറ്റിയും എല്ലാം ഉണ്ട്. ആ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങളപ്പോഴും സമദൂരത്തിലാണ്, എന്നിട്ടും ഞാൻ വിളിച്ചു പറഞ്ഞു വേണ്ട സഹായം ചെയ്തു കൊടുക്കണം. അയാൾ സഹായിച്ചു. ഇല്ലില്ല, കൊടുത്തോട്ടെ അത് ആര് വേണേ കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് ഇത്തവണ ആരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകുന്നു. സമദൂരം തന്നെ ആർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഓരോരുത്തരുടെ കയ്യിലിരിപ്പ് അനുസരിച്ച് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. അല്ല, അതൊന്നും എനിക്കറിവില്ല. പക്ഷെ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല. ഈ വരുന്ന ആളുകൾക്ക് മുഴുവൻ ശരിയായിട്ടുള്ള അപ്പോയിൻമെൻ്റ് ഓർഡർ കൊടുക്കുകയും ചെയ്യും. അവരുടെ അപ്പോയിൻമെൻ്റ് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള സീറ്റുമായിരിക്കും. എന്താ എനിക്ക് അതൊരു വളരെ മോശമായ ഒരു ഇതാണുള്ളത്. BJPക്കെതിരായിട്ട് വളരെയേറെ എതിർപ്പുകൾ ഒന്ന് പറഞ്ഞ് അത് ശബരിമലയുടെ ഒരു കാര്യമല്ല, വേറെ BJPക്കെതിരായിട്ട് ഞാൻ എന്നാ പറഞ്ഞത്. അത് ഞങ്ങൾ ഇപ്പോഴും കോടതിയിൽ നിൽക്കുക, അതുകൊണ്ടാണ് പറഞ്ഞത്. അതിന് BJP ഒന്നും ചെയ്തില്ലെന്നാ പറഞ്ഞത്. ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഹിന്ദുവിൻ്റെ ആ വിഷയത്തിൽ ഇടപെട്ടില്ല, ഭരണം ഉണ്ടായിട്ട് പോലും ഇടപെട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം ഞാൻ പറഞ്ഞു. പക്ഷെ അതിനു വേണ്ടി നിലകൊള്ളുന്ന സംഘടന NSS എന്നുള്ള പ്രസ്ഥാനമല്ലാതെ ഇപ്പോഴും വേറെ ഒന്നുമില്ലതാണ്. സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ചിന്റെ മുമ്പിൽ കിടക്കുക കേസ്. അല്ലാതെ ഞങ്ങൾക്ക് BJPയോട് പ്രത്യേക വിരോധമൊന്നുമില്ല കേട്ടോ. അവരെല്ലാരും വരുന്നുണ്ട് ഇവിടെ. എല്ലാവരും നിസ്സഹായര, അത് കേട്ടു പോകും. പറയാറുണ്ട്. നമ്മള് നല്ല കാര്യമായി നമ്മൾ പറയാനുള്ളത്. ആരെ അതെന്തോ എനിക്കറിയാൻ പറ്റില്ല. അത് ഒരു പറഞ്ഞ ഒരു സംശയാസ്പദമാണ്. അങ്ങനെ എന്താ അങ്ങനെ ചെയ്യുന്നു? സംസ്ഥാന വിഷയമാണ്, സംസ്ഥാനത്തിനെ കൊണ്ടുപോയി ഇരിക്കാൻ പറ്റും അവർ വിചാരിച്ചാൽ. സംസ്ഥാന വിഷയമാണെങ്കിൽ അതൊന്നും അല്ലാതെ തന്നെ അവിടെ ഇത് ചെയ്യാം. അവർക്ക് നേരത്തെ തന്നെ കക്ഷി ചേരായിരുന്നു. അവരെ ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്താൽ അതിനൊക്കെ മാറ്റം വരുത്താൻ കഴിയുമായിരുന്നു അവർക്ക്. അതെന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. ആ ഒരു ആരോപണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. വേറൊന്നും BJPക്കെതിരായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിക്കെതിരായിട്ടും പറഞ്ഞിട്ടില്ല. അതിൻ്റെ വല്ലതും ഉണ്ടോ? ചോദിച്ചു. എനിക്കോ? ആര് വന്നാൽ എനിക്ക് തന്നെ അതെ. ആര് വന്നാലും ഒരു സംശയമില്ല. എനിക്ക് അവരെ ആരെയും ഭയവുമില്ല. 140 എത്രയാ? 140 MLA-മാരെ നായന്മാർ ജയിച്ച് മന്ത്രിമാരായി വന്നാലും ഞങ്ങൾക്കൊരു ഗുണവുമില്ല. ഞങ്ങൾ ഒന്നും പറയും പോകാറുമില്ല.
ഇവിടെ അവരെല്ലാം കേട്ടോണ്ടിരിക്കുകയല്ലേ ഇതെല്ലാം. ഈ പെരുന്നേല് VD സതീശന്റെ ഒരു ഫ്ലെക്സ് ഞങ്ങളത് ഒരു ഏരിയ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ. അതായത് ഈ ആലപ്പുഴ ജംഗ്ഷൻ, ആ ജംഗ്ഷൻ മുതൽ അങ്ങ് കവിയൂർ ജംഗ്ഷൻ വരെ കോളേജിൻ്റെ അവിടെ കുറച്ച് വരും. ഈ റോഡിൻ്റെ 2 ഭാഗവും NSSനുള്ള സ്ഥലങ്ങളാണ്. ഒരു ബോർഡ് പോലും വയ്ക്കാനൊക്കെ അതിലൊരു ശകലം ഒരു സ്ഥലം അവിടെ ആ ട്രാൻസ്ഫോർമറിൻ്റെ മുമ്പിലുണ്ട്. അവിടെ അവർ എടുത്തിട്ട് പോയെന്ന് പറയുന്നത് കേട്ടാറുണ്ട്. ഞാൻ അതൊന്നും പറയാൻ പോയില്ല. മതേതര നിലപാടൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഫ്ലെക്സ്. എന്നാ കാണിച്ചാലും തോന്നുന്നു ഒരു കുഴപ്പമില്ല. അവരെന്നാ വേണേ കാണിച്ചോട്ടും. അവർ ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തോട്ടെ, ഒരു വിരോധമില്ല. ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്ന മതി. കാരണം നമ്മളൊരു പ്രസ്ഥാനം മറ്റുള്ള പ്രസ്ഥാനം പോലില്ല. അതിന് നല്ല ബലവത്തായ ഒരു അടിത്തറയുള്ള, എല്ലാ സൗകര്യങ്ങളുമുള്ള, എല്ലാ നിബന്ധനകളും പാലിച്ചു പോകുന്ന ഒരു ജനവിഭാഗം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമാണ് നായർ സർവീസ് സൊസൈറ്റി. ഇവിടെ ഏത് രാഷ്ട്രീയക്കാരൻ ഞങ്ങളുടെ ഉമ്മാക്ക് കാണിക്കാൻ വന്നാലും ഞങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൊടുക്കും. അത് ഇതിനകത്ത് എന്നാ വെച്ചാൽ ഞങ്ങളങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ബസ്സിൽ നിന്ന് അങ്ങനൊന്നും ആഗ്രഹിക്കുന്നു. പൊതുവായ കാര്യങ്ങൾ ഞാനിപ്പോൾ 63 വർഷമായി NSSനകത്ത് ഇരിക്കുന്നു. 63 വർഷമായി.